ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളായിട്ടേ ഒരു ബാംഗ്ലൂർ യാത്രയെക്കുറിച്ചാണ് കേട്ടോ ഷെയർ ചെയ്യണത്. എന്താണെന്നറിയോ, ഞാൻ പോയി പെട്ടു ഗൈസ്. ഭാഷ അറിയാതെ പോയി പെടുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? നമുക്കിപ്പോൾ അറിയാവുന്നൊരു ഭാഷ എന്ന് പറയുന്നത് തമിഴ്, കുറച്ച് മലയാളം, പിന്നെ ഇംഗ്ലീഷ് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഭയങ്കര ഇതല്ലേ. അപ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ അറിയാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവരെപ്പോഴും പറയും അവിടുത്തെ ഭാഷകൾ അറിയാതെ അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെടുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ എന്ത് പെടാനാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിവിടുന്ന് ഒറ്റയ്ക്ക് വരാമെന്നൊക്കെ പറഞ്ഞ് ഇവിടുന്ന് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് പാലക്കാട്ടിൽ നിന്ന് ഞാൻ കയറി. പാലക്കാട്ടിൽ നിന്ന് കയറുമ്പോൾ തൊട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പാലക്കാട്ടിൽ നിന്ന് കയറിയപ്പോൾ ഒക്കെ സുന്ദരമായിരുന്നു യാത്ര, അടിപൊളിയായിരുന്നു. പക്ഷേ അവിടേക്ക് എത്തും തോറും ലൊക്കേഷനൊക്കെ ഇട്ട് മാപ്പൊക്കെ നോക്കിയിട്ട് നമ്മളും പോകുന്നത് ട്രെയിൻ എവിടെ എത്തി എന്നൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ കണക്ഷൻ BSNL ആയതുകൊണ്ട് ഇടവഴി വെച്ച് എന്നെ BSNL ചതിച്ചു, നെറ്റ് കിട്ടാണ്ടായി. അങ്ങനെ ഈ അവിടെ പിന്നെ ഈ ഹള്ളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇതൊക്കെ നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ വല്ല പാലക്കാടോ ആലപ്പുഴ കൊല്ലം കോട്ടയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെയിൻ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങുക എന്നുള്ളതല്ലാണ്ട് നമുക്കിവിടെ ഒന്നും അറിയില്ല. അപ്പോൾ മാപ്പൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ പോകുന്നു, മോൻ എന്നെ വിളിക്കണു, എത്തിയിട്ടില്ല, അടുത്ത സ്റ്റേഷൻ എത്തിയിട്ടില്ല, അവിടെ എല്ലാം ഇറങ്ങണ്ടെന്ന് പറയുന്നു. പിന്നെ എന്തോ ഒരു വയ്യപ്പനഹള്ളിയോ എന്തോ ഒരു സ്ഥലം വന്നപ്പോൾ അവിടെയാണ് ഇറങ്ങേണ്ടത്. പക്ഷേ ആ വയ്യപ്പനഹള്ളി തന്നെ 2 സ്റ്റേഷനാണ്. അപ്പോൾ ഒന്ന് ക്യാബിനും ഒന്ന് മെയിൻ സ്റ്റേഷനുമാണ്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ അത് ക്യാബിനുള്ള സ്റ്റേഷനാണ്. പക്ഷെ അവൻ അവിടെ ഇറങ്ങണ്ടെന്ന് പറയുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം മൊബൈലിൽ നെറ്റ്വർക്ക് ആവണില്ല. സ്റ്റാറ്റസ് കാണുന്നില്ല നമുക്ക്. ട്രെയിൻ പോകുന്ന സ്റ്റാറ്റസ് കണ്ടാലേ നമുക്ക് ഇന്നിടത്ത് ഇറങ്ങണം എന്ന് അറിയുള്ളൂ. ഞാനവിടെ ഇറങ്ങിയില്ല, ട്രെയിൻ വിട്ടു. അവൻ വിളിക്കുകയാണ് ഇവിടെയാണ് ഇറങ്ങേണ്ടത്. നമ്മൾ എന്ത് ചെയ്യും? ബസ്സാണോ നിർത്ത് പറയാൻ പറ്റില്ലല്ലോ. സംഭവം വിട്ടുപോയി കുറച്ച് ദൂരം പോയി അവിടെ പോയി ഇറങ്ങി ഗൈസ്. പക്ഷേ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ പറയുക, ഒരു കാര്യം മനസ്സിലായത് എന്താണെന്നറിയോ, കുറച്ച് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ അവരുടെ ഭാഷ അറിയണം, അല്ലെങ്കിൽ നമുക്ക് സ്ഥലം അറിയണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ നമ്മളവിടെ പോയാൽ പെടും ഗൈസ്. ഞാൻ അങ്ങനെ പെട്ടുവെന്ന് പറയാനില്ല. ഞാൻ പിന്നെ ഇറങ്ങി അവിടെ ഒരു കുട്ടിയെ പരിചയപ്പെട്ടു. ആ കുട്ടി നേരെ എനിക്ക് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് അവിടുന്ന് പുറത്തോട്ട് വരാനുള്ള വഴി നമുക്ക് കിട്ടണ്ടേ, അതും കൂടി കിട്ടാണ്ടായി ഞാൻ ചുറ്റി. എങ്കിലും ധൈര്യമൊക്കെ സംഭരിച്ച് ഞാൻ പുറത്തിറങ്ങിയപ്പോഴും അവിടെ നോക്കുമ്പോൾ ഒരു പ്രീപെയ്ഡ് ട്രാവലിംഗ് വെച്ചോ കാറ് ഓട്ടോ ഒക്കെ ബുക്ക് ചെയ്യുന്ന സ്ഥലം കണ്ടു. അവിടെ പോയി സാർ ഇന്ന പോലെ എനിക്ക് ഇന്ന സ്റ്റേഷനിലേക്ക് എത്തണം, അവിടെ പോകാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അവർക്ക് മലയാളം അറിയുന്നില്ല. പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല. മോനാണെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞു നീ ഇപ്പോൾ ഒന്ന് കട്ട് ചെയ്യും, ഞാൻ അയാളോട് സംസാരിക്കട്ടെ എന്ന്. ഞാൻ വളരെ ധൈര്യശാലിയായിട്ടാണ് പറയണത് കേട്ടോ. അത് അയാൾക്ക് ഞാൻ പറയണത് മനസ്സിലാവണേ ഇല്ല. അപ്പോൾ ലാസ്റ്റ് കൊണ്ട് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മോനെ വിളിച്ചിട്ട് പറഞ്ഞു എന്താ നീ അയാളോട് സംസാരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അയാളുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഒരുപാട് ദൂരം ഇങ്ങോട്ട് വന്നു നമ്മൾ. അപ്പോൾ അവൻ പറഞ്ഞു ഇങ്ങനെ മെട്രോ സ്റ്റേഷനിൽ വൈപ്പനഹള്ളി മെട്രോ സ്റ്റേഷൻ എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഓക്കെ എന്ന് പറഞ്ഞ് ഒരു ഓട്ടോ അറേഞ്ച് ചെയ്ത് തന്നു, അങ്ങോട്ട് കയറ്റി വിട്ടു കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മൾ പിന്നെ ഓട്ടോയിൽ ഇരുട്ടായിക്കൊണ്ടിരിക്കുക, സമയം 8:30 ആയി ആ സമയം കേട്ടോ. നമുക്കിപ്പോൾ എനിക്ക് ഇത്തിരി ഉൾഭയമൊക്കെ വന്നു തുടങ്ങി. അപ്പം ഞാനും ആലോചിച്ചു, ഓട്ടോയിൽ കയറി കഴിഞ്ഞപ്പോൾ ഫോൺ എടുത്തിട്ട് നമ്മൾ ഓരോ യൂട്യൂബ് ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഓട്ടോയിൽ കയറി കഴിയുമ്പോൾ നമ്മൾ ഫോൺ വിളിച്ചുകൊണ്ട് നമ്മുടെ ആരെങ്കിലും വിളിച്ച് സംസാരിച്ച് നമുക്കൊരു ധൈര്യമാണല്ലോ. ഞാൻ ഫോൺ വിളിച്ചിട്ട് മോനെ എടുത്തിട്ടൊന്നുമില്ല. അന്നേരം തന്നെ ഞാൻ പറയണം ഞാൻ ഓട്ടോയിൽ കയറിയിട്ടാ ഭയങ്കര ഇതിൽ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടേ പോയി. അപ്പോഴേക്കും എൻ്റെ മോനെ എടുത്തു, പിന്നെ ഇങ്ങനെ സംസാരിച്ചു അവിടെ പോയി എത്തി. അപ്പോൾ അവൻ അപ്പോഴാണ് പറയണത് ഇവിടെ ആണെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ ഇത്ര രൂപ പോരാന്ന്. ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, നിങ്ങൾ അവിടെ നിന്ന് എന്താണോ പറഞ്ഞേ, ഞാൻ മലയാളത്തിലാണ് പറയുന്നത്, തമിഴും ചേർത്തുന്നിട്ട് ഒന്നും എനിക്കും അറിയണില്ല അയാൾക്കും അറിയണില്ല. അയാൾ എന്തോ ഒരു കാരണം കൊണ്ട് എന്നെ അവിടെ കൊണ്ട് എത്തിച്ചു. പക്ഷെ എൻ്റെ മകൻ അപ്പോഴേക്കും അവിടെ എത്തി. വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും തോറും ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അവിടെ എത്തി ഗൈസ്. അപ്പോൾ അവൻ പറഞ്ഞ ചാർജ് പോരാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് അവിടെ നമ്മൾ തീരുമാനിച്ചാണ്, അതേ തരുവുള്ളൂ എന്നും പറഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കാതെ വിട്ട് കുറച്ച് ദൂരം ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്കും എൻ്റെ മോൻ വന്നു. പിന്നെ ഞങ്ങളങ്ങനെ കയറി പോയിട്ട ഗൈസ്. അതാണ് ഈ യാത്ര. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഓക്കെ, സുന്ദരമായിരുന്നു, സുഖകരമായിരുന്നു, എല്ലാ അർത്ഥത്തിലും എൻജോയ് ചെയ്തു ഒരു 3-4 ദിവസം കേട്ടോ. ആ വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഹലോ യാത്ര